ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ഉണ്ട്. കുറച്ച് ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഓണത്തിന് മുമ്പൊക്കെ എടുത്ത വീഡിയോ ഉണ്ട്. നമ്മൾ അടുക്കള ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒപ്പം തന്നെ എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഇത്തിരി ലെങ്ത്ത് കൂടിയായിരുന്നു, ഞാൻ ഇത് അതിനകത്ത് ആഡ് ചെയ്തില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയിലോട് ചേർന്ന് തന്നെ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതങ്ങനെ ഒരുപാടൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഈ വാതിലൊന്നും നമ്മളങ്ങനെ തുറക്കാറില്ല കേട്ടോ. അതങ്ങനെ എപ്പോഴും പൂട്ടി തന്നെ കിടക്കാറ്. ഇങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ആ വാതിൽ തുറക്കാറുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്നത് നമ്മൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ആ ബാസ്ക്കറ്റിലായിട്ട് ഇട്ട് വയ്ക്കാറ്. പിന്നെ ഞാൻ ആ ബക്കറ്റിൽ ഇട്ട് വെച്ചേക്കുന്നത് ജാതിക്കയുടെ പത്തിരി ഉണ്ടല്ലോ, അത് ഉണങ്ങുന്നത് ആ ബക്കറ്റിലാണ് ഇട്ട് വെച്ചേക്കാറ്. പിന്നെ ഈ ഭാഗത്താണ് നമ്മൾ അകത്തടിക്കുന്ന ചൂല്, അടിച്ചുവാരി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചേക്കണത് കേട്ടോ. പിന്നെ പല്ലിങ്ങനെ ബ്രഷൊക്കെ അവിടെ തന്നെ കേട്ടോ ഒരു ബാസ്ക്കറ്റിലായിട്ട് ഇരിക്കുന്നത്. ഈ വീട്ടിൽ 3 മുറി ഉണ്ടെങ്കിലും 3 മുറിയിൽ അഴയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് മാറുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഈ ഭാഗത്തുള്ള അഴയമേണ്ട കൊണ്ടിടാറ്. മുറിയിൽ എന്തോ അഴ കിട്ടുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല കേട്ടോ. അത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ ശീലമാണ്. എൻ്റെ വീട്ടിലൊക്കെ അഴ ഉണ്ടായിരുന്നു, പക്ഷേ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നാൽ പിന്നെ ചേട്ടൻ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു മുറിയിൽ അഴ കെട്ടാനായിട്ട്. പിന്നെ 3-4 കൊല്ലം നമ്മളത് കണ്ടിന്യൂ ചെയ്തതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ അത് എനിക്കും ഒരു ശീലമായി തുടങ്ങി കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ആ കൊണ്ടുപോയി വെച്ചത് നമ്മുടെ അടുക്കളയിലെ വാഷിംഗ് ബേസിൻ്റെ ഒപ്പം ഉണ്ടല്ലോ, പാത്രം കഴുകുന്ന സിങ്ക്, അതിൻ്റെ ഒപ്പമുള്ള സംഭവം കേട്ടോ. അത് മേടിച്ചിട്ട് ആയത് 2 ദിവസമൊക്കെ ഞാനത് ഉപയോഗിച്ചു കേട്ടോ. പിന്നെ അത് വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ പാത്രം കഴുകുന്ന സിങ്കിന് ഭയങ്കര വലിപ്പക്കുറവ് തോന്നും. പിന്നെ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അത് ഇതേവരെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ എല്ലാ സംഭവവും ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ കാണുന്നത് ഒരു ടോയ്ലറ്റ് കേട്ടോ. അത് നമ്മൾ ഉപയോഗിക്കാറൊന്നുമില്ല, പഴയ ടോയ്ലറ്റാണ്. അതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, പക്ഷേ ആരും ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തു നിന്നാണ് ഒരു സൈഡ് നമ്മൾ ഗ്രില്ല് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വലിയ അഴിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ നമ്മുടെ പറമ്പിൽ നിറച്ച് ജാതി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ എട്ടുകാലിയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതേ ഞാൻ ആ ഗ്രില്ലൊക്കെയാണ് ഇപ്പോൾ അവിടെ ചൂലും വെച്ച് അടിച്ച് ക്ലീനാക്കി എടുക്കണത് കേട്ടോ. പിന്നെ അഴിമയൊക്കെ നല്ല രീതിയിൽ തന്നെ മാറാമ്പലുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയും ക്ലീൻ ആക്കിയാലും ഞാൻ ഈ ഭാഗത്തേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ക്ലീൻ ആക്കാറില്ല കേട്ടോ. ഇതൊക്കെ 5-6 മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ ഞാൻ ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കാറുള്ളൂ കേട്ടോ. ജസ്റ്റ് അടിച്ച് കൈ എടുക്കുന്നല്ലാണ്ട് മാറാമ്പൽ തൂത്ത് ഇങ്ങനെയൊന്നും ക്ലീൻ ആക്കി എടുക്കാറില്ല. ചൂല് വെച്ചിട്ട് അടിച്ച് പോകാത്ത മാറാമ്പലൊക്കെ പിന്നെ ഞാൻ ആ ബ്രഷ് വെച്ച് ഒന്നുകൂടി ആ കമ്പിയുടെ ഗ്യാപ്പ് ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴത്തൊക്കെ ടൈൽ ഒട്ടിച്ചേക്കണം കേട്ടോ, എല്ലാ ഭാഗവും ടൈൽ ഒട്ടിച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ആക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ സമയം ഒരു 5:30-6 മണിയൊക്കെ ആവാറായിട്ടുണ്ടോ, സന്ധ്യ ആവാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ വെട്ടക്കുറവുണ്ട് കേട്ടോ. മക്കളൊക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് അകത്തിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കാനുണ്ടോ. മാറാമ്പലൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ബാത്റൂം ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കാറില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് നിറച്ച് പല്ലിക്കാട്ടോ കേട്ടോ. ഇത് നമുക്ക് 2 മുറിനോട് ചേർന്ന് അകത്ത് ബാത്റൂമുണ്ട്, പിന്നെ സെപ്പറേറ്റ് ഹോളിലൊരു ബാത്റൂമുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും മോനാണ് കളിക്കാൻ പോയിട്ട് നിറച്ച് ചെളിയായിട്ട് വരുമ്പോൾ ഞാൻ അകത്തേക്ക് കയറ്റില്ല, തുടച്ച് ഇട്ടേക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ അടുത്ത് പറയും, നീ ഇതിൻ്റെ അകത്ത് കയറി കുളിച്ചിട്ട് അകത്ത് കയറിയായി എന്ന് പറയും. അങ്ങനെ മാത്രം ഉണ്ടാവും ബാത്റൂം ഉപയോഗിക്കാറുള്ളൂ. ബാത്റൂമിൻ്റെ ടൈലൊക്കെ മാറ്റി നമ്മൾ പുതിയ രീതിയിലാക്കിയെടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്കതിൻ്റെ ആവശ്യം വരാറില്ല എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ആ തല്ലിക്കുന്നത് ഒരു 8 കാലിനെ കേട്ടോ, നല്ല യമണ്ട 8 കാലിനാണ് അതിൻ്റെ അകത്തൊക്കെ ഉള്ളത്. ഞാൻ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് ഞാൻ ആ ടൈലിട്ടേക്കണ ഭാഗം എന്ന് പറഞ്ഞില്ല, അവിടെ ഒരു ടിഷ്യൂ വെച്ചൊന്ന് തൂത്തിറക്കണം കേട്ടോ. അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ പേസ്റ്റ് നമ്മളെടുത്തിട്ട് ഈ പേസ്റ്റിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യുമല്ലോ പേസ്റ്റ് കിട്ടാണ്ട് വരുമ്പോൾ, എൻ്റെ പിള്ളേർ അത് തുറന്ന് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ചെറുതായിട്ട് അവിടെ ഞാൻ കട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ടിഷ്യൂ വെച്ചൊന്ന് തൂത്തെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് അത്രയും ഭാഗത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വൈപ്പ് ചെയ്ത് ഒരു പ്രാവശ്യം ബാത്റൂമിലേക്കും കളയുന്നുണ്ട്, ഒരു പ്രാവശ്യം പിന്നെ ആ വാതിൽ തുറന്ന് കിടക്കുന്ന ഭാഗത്തേക്കുണ്ടല്ലോ അവിടേക്കും കളയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ അടുക്കളയിലേക്ക് പോകാണ്ട് കേട്ടോ മാക്സിമം നോക്കണത്, കാരണം ആ അടുക്കള ഞാൻ നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീനാക്കി ഇട്ടേക്കണതാണ്. പിന്നെ ബാത്റൂമിൽ പൈപ്പിൽ വെള്ളം വന്നത് കുറച്ച് വെച്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തിട്ടോ വെള്ളമായി കിട്ടാനായിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് അവിടെ ഉണ്ടായുള്ളൂ. പിന്നെ ഞാനിപ്പോൾ അത് നോക്കണമെന്ന് പറഞ്ഞാൽ അരത്തമ്മയ്ക്ക് നമ്മുടെ പല്ലിക്കാട്ട് ഇരിപ്പണം കേട്ടോ. അതിന് ഞാൻ ആ കാലുമശത്ത് നോക്കണം. ഈ വൈപ്പറുള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴുകാനായിട്ട് എളുപ്പമാണ് കേട്ടോ. വെള്ളം ഒന്നും കെട്ടിക്കിടക്കില്ല. വെള്ളം ഒഴിച്ച് നമുക്കിപ്പോൾ ഈ എന്താ പറയുക വാതിലിൻ്റെ ഭാഗത്തേക്കും കളയാം, പിന്നെ താഴത്തെ ബാത്റൂമിലേക്കും കളയാമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളം പോയി കിട്ടും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സന്ധ്യ കേട്ടോ, കാരണം ഞാൻ രാവിലെ അടുക്കള ക്ലീനാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു 3 മണിയായപ്പോൾ ഞാനൊരു മരണാവശ്യം ഉണ്ടായിരുന്നു. അതിന് പോയി വന്നിട്ടാണ് പിന്നെ ഞാൻ ഈ ഭാഗം ക്ലീനാക്കണത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ സന്ധ്യ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ വൈപ്പർ വെച്ച് ക്ലീനാക്കിയ ശേഷം പിന്നെ ഞാനൊരു കോലെടുത്ത് ഉണങ്ങിയ തുണി വെച്ചൊന്നും കൂടി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ്. മക്കളൊക്കെ വീട്ടിലിരിക്കുന്ന കാരണം കൊണ്ട് ഞാനതൊന്ന് ഒരു ഉണങ്ങിയ തുണി വെച്ചൊന്ന് തുടച്ചെടുത്തത്. പിള്ളേരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ പണിക്ക് പോകില്ല, ജസ്റ്റ് ആ കോല് വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ.
ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടി. തുടയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് കയറ്റി വയ്ക്കുന്നത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ് കേട്ടോ. അതെന്തൊട്ടും താല്പര്യമില്ലത്. പിന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കണക്കിനുണ്ടോ അത് തിരിച്ചെടുത്ത് വയ്ക്കണത്. പിന്നെ ബാസ്ക്കറ്റിൽ മൊത്തം അലക്കാനുള്ള തുണിയൊന്നും അല്ല കേട്ടോ, അതിനകത്ത് കുറച്ച് ഈ വീടിൻ്റെ പഴയ കർട്ടനാണ് ഇരിക്കുന്നത്. മുകളിലുള്ളത് കുറച്ച് മാത്രം അലക്കാനുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ വാതിലും കൂടി അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ പരിപാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ വാതിൽ ഞാൻ തുറക്കലൊന്നും ഉണ്ടാവില്ല. ഇനി ഇതേപോലെ ഒരു ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ആ വാതിൽ തുറക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കാണുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ, രാവിലെയുള്ള വീഡിയോ. ഇതിപ്പോൾ സ്കൂളുള്ള ദിവസം കൂടിയാണ് കേട്ടോ. മാത്രമല്ല ഇന്ന് തിങ്കളാഴ്ചയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്കൂൾ പൂട്ടിയപ്പോൾ തുടങ്ങി ഞാൻ കമ്പനി പോക്കുണ്ടായില്ല. അപ്പോൾ സ്കൂൾ തുറന്ന് ഒരാഴ്ചയും കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ ആഴ്ചയാണ് ഞാനിന്ന് ആദ്യമായിട്ട് കമ്പനിലേക്കും പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് എനിക്കാണെങ്കിലും പനിയായിരുന്നു, മക്കൾക്കാണെങ്കിലും പനിയായിരുന്നു. ഞങ്ങളുടെ പനി കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വീട്ടിലും പനി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. മോളിപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങി അവൾ സ്കൂളിൽ പോയി തുടങ്ങിയായിരുന്നു, പക്ഷേ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങിയാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം പോകാണ്ടിരുന്ന എൻ്റെ മടിയൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ എളുപ്പ പരിപാടികളാട്ടോ. ഞാൻ വലിയ കാര്യമായിട്ട് രാവിലെ പലഹാരം ഉണ്ടാക്കാനൊന്നും ഞാൻ നിൽക്കണില്ല. അപ്പോൾ അതേ മോക്ക് വേണ്ടി ഞാൻ സ്കൂളിലേക്ക് ചെറുപയർ വെള്ളത്തി കൊടുക്കാമെന്ന് കേട്ടോ കരുതിയേക്കണം. അപ്പോൾ കിടക്കണതിന് മുമ്പ് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടുകൊണ്ട് പോയായിരുന്നു. പിന്നെ ഞാൻ ഒരടപ്പിൽ ചൂടുവെള്ളത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ, കുടിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ സ്കൂളിലേക്ക് ചൂടാറി കഴിയുമ്പോഴേക്കും കൊടുത്തു വിടാമല്ലോ. പിന്നെ ഒരടപ്പത്ത് ഞാൻ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടപ്പിൽ ചോറുണ്ടോ. ചോറ് ഞാൻ ഹോസ്പിറ്റൽ കേസായിട്ട് ഞാൻ ഞായറാഴ്ച പോയായിരുന്നു. ഞായറാഴ്ചയല്ല അതന്നെ ഞായറാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി വെച്ച ചോറുണ്ടോ. അപ്പോൾ ആൻറ്റി വെച്ചപ്പോൾ ചോറ് ഇച്ചിരി അധികം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് കൂടി എടുക്കാമെന്ന് വരും. ഞാനിപ്പോൾ റേഷനറിയാണ് ഇങ്ങനെ വയ്ക്കാറില്ല, ഞാൻ അതാ ദിവസത്തേക്ക് വയ്ക്കാറ്. പക്ഷേ ആൻറ്റി വെച്ചപ്പോൾ എന്തോ ഇച്ചിരി അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇനി കളയണ്ടല്ലോ എന്ന് കരുതി അതൊന്ന് തിളപ്പിച്ച് വെച്ചെടുക്കാം കേട്ടോ. പിന്നെ ആൻറ്റി വെച്ചപ്പോൾ വേവ് ഇത്തിരി കുറവായിരുന്നു. വേവ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ, മക്കളൊന്നും കഴിക്കില്ല. ഇപ്പോൾ വേവ് കുറഞ്ഞേക്കണാരും നമ്മൾ തിളപ്പിച്ച് ഊറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവാറായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് ഇടാനായിട്ട് 2 പനിക്കൂർക്കയുടെ ഇലയും പിന്നെ ഇച്ചിരി തുളസി ഇലയും പറിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ച് ഞാൻ അതൊന്ന് കഴുകി വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റായിരുന്നു. മോനെ വിളിച്ച് മോനെ ട്യൂഷൻ വിട്ടുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി കിടന്നു കേട്ടോ. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്കൊക്കെ വന്നത്. പിന്നെ അതൊക്കെ തിളയ്ക്കുമ്പോഴേക്കും ഞാൻ കരുതി മിറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം അല്ല നമുക്ക് ശനിയാഴ്ച ഇവിടെ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ ചെത്തിയിട്ടേക്കണ കാരണം കൂടി കാണാനൊരു മെനയായിട്ട് കിടക്കണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇവിടേക്ക് മഴയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെത്തിക്കുട്ടിയും നമ്മൾ അടിച്ചു വാരി ഇട്ടാലും കിടക്കണ കാണാൻ ഒരു ഭംഗി കേട്ടോ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത പണിയൊക്കെ വെറുതെ ആവട്ടോ. ഒറ്റ മഴ പെയ്താൽ മതി പുല്ല് ആർത്തങ്ങ് കയറി പിടിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഒട്ടും തിരക്കില്ലാണ്ട് വളരെ റിലാക്സായിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യണം കേട്ടോ. കാരണം ഞാൻ അതിനുള്ള കാര്യങ്ങളൊന്ന് കണക്കൂട്ടി വെച്ചേക്കണത്. അപ്പോൾ അത് മിറ്റമൊക്കെ അടിച്ചു വാരി ഞാനതൊന്ന് ആ ബക്കലിലേക്ക് ഇട്ടിട്ട് ഞാൻ ആ കൊടിയുടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കളയാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ കയറി വന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ ചെറുപയർ വെന്തുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് മിറ്റടിക്കാൻ പോയപ്പോൾ തന്നെ അതിൻ്റെ അല്ല ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ടാട്ടോ പോയത്. പിന്നെ ഞാനത് വന്നപ്പോൾ അതൊന്ന് ഊറ്റിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചോറും തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഊറ്റിയിട്ട് കേട്ടോ. പിന്നെ തലേ ദിവസത്തെ കിളിമീൻ നന്നാക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ചെറുപയർ വെളുത്താനായിട്ട് 2-3 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നാക്കി എടുക്കണം കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടിച്ചിട്ട് ഞാൻ നമ്മുടെ ചെറുപയർ വളർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോന് ഞാൻ മീൻ വറുത്തതും 2 മുട്ടയും കൂടി പൊരിച്ച് കൊടുക്കാമെന്നിട്ട് കരുതിയേക്കണേ. അതിൽ കറി വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ മീൻ കറി വേണ്ട, അവന് മീൻ വറുത്തത് മുട്ട പൊരിച്ചത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ചയും അയിലക്കറി കൂട്ടി തരണമെന്ന് പുള്ളിക്ക് മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, വളരെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഞാൻ ഒന്ന് കഴുകിയെടുത്ത് വെക്കാം കേട്ടോ. എടുക്കണ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഉള്ളതായിട്ട് തോന്നില്ല. പിന്നെ ഞാൻ ചെറുപയർ വളർത്തി ചീഞ്ചട്ടി തന്നെ മുട്ട പൊരിക്കാമെന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ആ ചീഞ്ചട്ടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ചെറുപയർ വളർത്തിയിട്ടുള്ളൂ കേട്ടോ. കാരണം മോള് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചെടുക്കും. അത് പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ മോളൊന്നും ചെറുപയർ കൂട്ടില്ല, സ്കൂളിൽ കൊണ്ടുപോകണത് മാത്രമേ അവൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാരം ഞാൻ ഒരുപാടൊന്നും വളർത്തിയിട്ടില്ല, വളരെ കുറച്ച് വളർത്തിയിട്ടുള്ളൂ. ഉണ്ടാക്കിയിട്ട് കളയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം പിടിച്ച പരിപാടി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ മുട്ട പൊരിച്ചെടുക്കണതാണ്, അവന് അപ്പമായിട്ട് തന്നെ മുട്ട പൊരിച്ചെടുക്കണം കേട്ടോ. അത് പൊട്ടാണ്ട് മറിച്ചിടുക എന്നുള്ളതാണ് അതിലൊരു ടാസ്ക്. എൻ്റെ മുട്ടയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് 2 മുട്ടയാണ് എടുത്തായിരുന്നു. ചെറിയ കഷ്ണം ഞാനും പറക്കി അതിലിടാം കേട്ടോ. അപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക തീർന്നിട്ട് ഒരു 3-4 ദിവസമായി. ഗുളിക പുറത്ത് പോകുമ്പോഴൊക്കെ മേടിക്കണമെന്ന് ഓർക്കും, പിന്നെ മറന്നു കേട്ടോ. വൈകുന്നേരമാണ് ഗുളിക കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയണത്. കാലുവേദന കൂടി വരുന്നത് വൈകുന്നേരം ആയിരിക്കുള്ളൂ.
എല്ലാവരുടെയും കാര്യങ്ങൾ കൂടി ഇരുന്ന് നമ്മുടെ കാര്യങ്ങളും മറന്നു പോകുമെന്ന് പറയില്ലേ, അതാണ് സത്യത്തിൽ നടക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പക്ഷേ അത് തന്നെ ഓർമ്മ വരും, കാരണം കാലുവേദന വരുമ്പോൾ. ഗുളിക കഴിക്കാത്തതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു വീർപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 3-4 ദിവസം ഗുളിക കഴിക്കാണ്ടിരുന്ന അപ്പോൾ തന്നെ തൊണ്ട വീർത്ത് വരാൻ തുടങ്ങും. പക്ഷെ അത് ടാബ്ലറ്റ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അത് പെട്ടെന്ന് കുറയുകയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കണം അന്നും ഗുളിക മേടിച്ചിട്ടില്ല. പിന്നെ അടുക്കളയിൽ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് അടിച്ചു വാരിയിടാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഞാനന്ന് പറഞ്ഞില്ലേ നമ്മളെ പെരുന്നാൾ ഉപയോഗിച്ച എന്താ പറയുക ഉരുളിയും കാര്യങ്ങളൊക്കെ, അതൊന്നും എനിക്ക് മാറ്റാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അതിനുശേഷം ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ട് നടപ്പ് തന്നെയായിരുന്നു. ഒരു ശനിയാഴ്ചയാണ് പിന്നെ വീട്ടിലിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം വന്നപ്പോൾ പണിക്കാരുണ്ടായിരുന്നു, അപ്പച്ചനുണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു. പിന്നെ ചോറ് വെക്കണം, കറി വെക്കണം. പിന്നെ മുകളിൽ നമ്മൾ വീടിൻ്റെ മുകളിൽ മൊത്തം നമ്മൾ പച്ച നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് കെട്ടാനൊക്കെയാണ് ആൾ വന്നത്. അപ്പോൾ അവിടെ മൊത്തം അടിച്ച് വെള്ളമൊഴിച്ച് കഴുകി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പോയ കാരണം ഈ അടുക്കള പരിപാടിയൊന്നും നടന്നില്ല കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും മക്കൾക്കുള്ള സ്കൂളിലേക്കുള്ള ചോറൊക്കെ പാർത്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചത് എനിക്ക് മോക്കുള്ള ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചേക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടം കേട്ടോ. മോന് ആ സമയം നെയ്യിൽ വാട്ടി കൊടുക്കണതാണ് അവനിഷ്ടം. അപ്പോൾ അവൻ ട്യൂഷന് പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ നെയ്യിൽ വാട്ടി കൊടുത്തായിരുന്നു. അപ്പം ഞാൻ ഒരു ഗ്യാസും അതും ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി കഴിഞ്ഞ് എൻ്റെ അടുക്കള പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.